ഓക്കെ, ഇത് ക്യാൻവയിലെ ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതിന് നമ്മൾ കംപ്ലീറ്റ്ലി ഫോട്ടോഷോപ്പ് റീഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. നോർമൽ ഒരു ഫോട്ടോഷോപ്പ് പഠിച്ചാൽ ബേസിക് ആയിട്ട് അറിയാവുന്നവർക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. പക്ഷേ ഇതേപോലെ ചെയ്യാന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ്. പ്രൊഫഷണൽ അപ്രോച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫുള്ളി ഫോക്കസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യും. എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കളർ തിയറി, അങ്ങനെ ഫോൺ തിയറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഫുള്ളി ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് റീഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിന് ടെക്സ്റ്റ്, ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാത്തിനും ഞാൻ ഡൗൺലോഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ഫയൽ എടുക്കാൻ വേണ്ടി ആർട്ട് ബോർഡ് എടുക്കാൻ വേണ്ടി ഫയൽ ന്യൂ, ആർട്ട് ബോർഡ് പുതിയതായതുകൊണ്ട് തന്നെ കസ്റ്റമാണ് 1080x1080. എന്തുകൊണ്ട്? ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിൻ്റെ സൈസ് 1080x1080 ആണ്. ഇവിടെ വിഡ്ത്തും ഹൈറ്റും. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. മൗസിന് ലെഫ്റ്റ് പേജ് ക്രിയേറ്റ്. ഇതാണ് 1080x1080. Ctrl+0 അടിച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോകുക. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ പോകണം. ഫുള്ളി ഫോക്കസ് ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ആ ക്യാരക്ടറിൻ്റെ PNG ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മൗസിൻ്റെ ലെഫ്റ്റ് പേജ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നേരെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്ന് മൗസിൻ്റെ ലെഫ്റ്റ് ഞാൻ വിടുന്നു. എന്തുകൊണ്ട് ഞാൻ സ്പീഡിൽ പഠിപ്പിക്കുന്നത് വെച്ചാൽ സ്റ്റുഡൻസിന് ആൾറെഡി പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാൻ ജസ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് ഒതുക്കുന്നു. നിങ്ങൾ പലപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടാണ് സാർ കൃത്യമായിട്ട് ഈ സൈഡിൽ തന്നെ അയാളെ പ്ലേസ് ചെയ്ത്, എന്തുകൊണ്ട് ഇടത്തെ സൈഡിൽ പ്ലേസ് ചെയ്തില്ല, അല്ലെ ടോപ്പിൽ പ്ലേസ് ചെയ്തില്ല? അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് കൂടുതലും മെയിൻ പോസ്റ്റേഴ്സുകളെല്ലാം ഈ ഒരു സൈഡിലായിരിക്കും. ഇവിടെ റൈറ്റ് സൈഡിലായിരിക്കും. ലെറ്റേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ കൂടുതൽ മോഡേൺ പോസ്റ്ററിലൊക്കെ ഈ ഒരു സൈഡിലായിട്ടായിരിക്കും ക്യാരക്ടേഴ്സ് വരുന്നത്. ഒറ്റ സിംഗിൾ ക്യാരക്ടേഴ്സൊക്കെ സെൻട്രൽ പ്ലേസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെബിനാറിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് സെൻട്രലാണ് പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ടിക്ക് കൊടുത്തു. നിങ്ങൾ മോഡേൺ പോസ്റ്ററിലേക്ക് വരുമ്പോൾ ഏതൊരു ക്യാരക്ടറിൻ്റെ ബാക്കിൽ ഒരു റൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിളോ പല കാര്യങ്ങളായിട്ട് കാണും. നിങ്ങൾ ഈ ഒരു പോസ്റ്റർ ക്യാൻവയിലെ ടെംപ്ലേറ്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്തുമുണ്ട് ഒരു റൗണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ ഒരു പോസ്റ്റർ കുറച്ച് പഴഞ്ചനായി പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് മോഡലായി പോകുന്നത്. നമുക്കതല്ല വേണ്ടുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള സ്റ്റൈൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ചെടുത്തു. മൗസിൻ്റെ ലെഫ്റ്റ് പ്രസ് ചെയ്ത റെക്റ്റാങ്കിൾ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ടൈമിൽ ഈ കോർണറിൽ ഈ റൗണ്ട് കാണണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് എല്ലാ മൂലയും ഇങ്ങനെ കോൺ പോലായിരിക്കും ഇരിക്കുന്നത്. അത് റൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോട്ടിൽ വന്നിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് കിട്ടും. നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ പിടികിട്ടും എല്ലാ സൈഡിലും ഒരുമിച്ചാണ് റൗണ്ട് ആവുന്നത്. നമുക്കതല്ല വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും തമ്മിലുള്ള പിടി അങ്ങ് വിടണം. അതിനുവേണ്ടി നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ടൂൾ ബോക്സിനകത്ത്, റെക്റ്റാങ്കിളിൻ്റെ ടൂൾ ബോക്സിനകത്ത് ഏറ്റവും താഴെ മൗസിൻ്റെ സെൻറ്റർ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ചെയിൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ എല്ലാവരും തമ്മിലുള്ള ബന്ധം ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് മാറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചാണ് അത് റൗണ്ട് ആവുന്നത്. പക്ഷേ നമുക്കതല്ല വേണ്ടത്. താഴത്തെ രണ്ട് ഭാഗം നമുക്ക് പഴയ പോലെ നോർമൽ രീതിയിലേക്ക് വരണം. അപ്പോൾ ഞാൻ ആ ചെയിൻ ഓഫ് ആക്കിയിട്ട് അതിനെ പിടുത്തം വിട്ടിട്ട് താഴത്തെ രണ്ട് ഭാഗം മാത്രം 0 ആക്കുന്നു. 71 എന്നുള്ളത് 0 ആക്കുന്നു, എൻ്റർ അടിക്കുന്നു. 70 അപ്പുറത്തുള്ള 71 എന്നുള്ള 0 അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി താഴത്തെ ഭാഗം നോക്കി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ലെയറിനെ പിടിച്ച് നമ്മുടെ ക്യാരക്ടർ ലെയറിൻ്റെ ബാക്കിൽ കൊണ്ടിടണം. അതെന്താണ് ചെയ്യേണ്ടത്? ലെയറിൽ പോവുക, ലെയർ എഡിറ്ററിൽ പോവുക, മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ക്യാരക്ടർ ലെയറിൻ്റെ ബാക്കിലോട്ട് വലിച്ചിട്ടു. ഇപ്പോൾ ക്യാരക്ടർ ലെയറിൻ്റെ പുറകിലേക്ക് നമ്മുടെ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അതിന് കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് കുറച്ചൊന്ന് വലുതാക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ കളർ നമ്മൾ മാറണം. എങ്ങനെയാണ് അതിൻ്റെ കളർ മാറുന്നത്? അതിനുവേണ്ടി നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ അവിടെ മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം കളർ ചൂസ് ചെയ്യുക. ഇനിയും കളർ തിയറിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റും ഒരു ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. ഏത് കളർ ആയിക്കോട്ടെ. ഇതിലിപ്പോൾ ഹ്യൂ ആണ് സൈഡിൽ കിടക്കുന്നത്. ഹ്യൂ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിലാണ് ഹ്യൂ കിടക്കുന്നത്. ഹ്യൂ ഞാനിപ്പോൾ ഗ്രീനിലാണ് ഇട്ടെന്നുണ്ടെങ്കിൽ ഗ്രീനിൽ ഏറ്റവും ബെറ്റർ കളർ സെലക്ട് ചെയ്യണമെന്നുള്ള അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഈ കോർണറിലാണ് എപ്പോഴും ഒരു പ്രൊഫഷണൽ കളർ എപ്പോഴും ഈ ഒരു സൈഡിലാണ് കിടക്കുന്നത്. ഏത് കളർ എടുത്താലും ഇപ്പോൾ ബ്ലൂ നമ്മൾ ഹ്യൂ ഇട്ടില്ല, ഏത് കളറാണ് ബ്ലൂവിൽ ഏറ്റവും ബെറ്റർ, അതാണ്ട് ഈ ഒരു കോർണറിൽ വരുമ്പോഴായിരിക്കും ബ്ലൂവിൽ ഏറ്റവും ബെറ്റർ കളർ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്രീനാണ് നമ്മൾ നോക്കുന്നുണ്ട്. ഗ്രീനിലേക്ക് വന്നിട്ട് ഏറ്റവും ഇവിടെ ഗ്രീൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഗ്രീനിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെറ്റർ കളേഴ്സ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട്. അതെന്താണ് ആ പാർട്ട്? നിങ്ങളെ ആൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പാർട്ട്? ഈ സൈഡിലുള്ള ഹ്യൂവും ഈ സൈഡിലുള്ള ബ്രൈറ്റ്നെസ്സും താഴോട്ടുള്ളത് ഡാർക്ക്നെസ്സും. താഴോട്ട് പോയ ഡാർക്ക് കൂടും, മേളിലോട്ട് വന്ന ബ്രൈറ്റ് കൂടും. ഏറ്റവും ടോപ്പിലുള്ള ബ്രൈറ്റ് പാർട്ട് അതെന്താണ്? ബ്രൈറ്റ്നെസ്. 3 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. ഹ്യൂ, ബ്രൈറ്റ്നെസ്, പിന്നെ സാച്ചുറേഷൻ. ഈ 3 നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഔട്ട്ലൈനിൽ ഒരു ചെറിയ ലൈൻ കിടപ്പുണ്ട്, ഡോട്ട്. അതെന്താണ്? സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ആൾറെഡി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? സ്ട്രോക്ക് ഓഫ് ആക്കണം. എവിടെയാണ് ഓഫ് ആക്കുന്നത്? നേരെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ സ്ട്രോക്ക് കിടപ്പുണ്ട്. അത് ചിലപ്പം സ്ട്രോക്ക് ഇവിടെ വന്നിട്ട് ബ്ലാക്ക് കളറാണ് കിടക്കുന്നത്. അത് ജസ്റ്റ് നണ്ണാക്കി ഇടുക. അപ്പോൾ നമുക്ക് ആ സ്ട്രോക്ക് മാഞ്ഞു പോയിക്കോളും.
സോറി സ്ട്രോക്ക് മാഞ്ഞ് പോയില്ലല്ലോ. ഓക്കെ, നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്യണം കേട്ടോ. ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ഇനി നമുക്ക് സ്ട്രോക്ക് ഓഫ് ആക്കാം. ഇപ്പോൾ ആ സ്ട്രോക്ക് അവിടെ ഇല്ല. ഡോട്ട് ഡോട്ടായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ലൈൻ ഡോട്ട് ഡോട്ടായിട്ടാണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ മാറ്റി, ആ ഒരു ലൈൻ മാറ്റിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ തന്നെയാണല്ലേ മുട്ടിയതാണ്. ഓക്കെ, അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ആക്കി വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ബാലൻസ് കാര്യങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാം. ഇനി നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വേണ്ടുന്നത്. ഈ സൈഡിലായിട്ട് വേണം നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം. അതിനുവേണ്ടി ഞാൻ 2 ലെയറും ഷിഫ്റ്റ് പ്രസ് സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് നമുക്ക് കുറച്ചൊന്ന് വലുതാക്കണം. ഇത്രയും മതി. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് വേണം. ടെക്സ്റ്റിന് വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് പേജ് ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. മൗസിൻ്റെ ലെഫ്റ്റ് പേജ് ആർട്ട് ബോർഡിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കോപ്പി എടുക്കാൻ വേണ്ടി ഞാൻ ആൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടെക്സ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസ്റ്ററിങ് ബിസിനസ് സ്ട്രാറ്റജീസ്. അത് മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്ത് കോപ്പി എടുക്കുന്നു. അത് ഇവിടെ ഉള്ളതാണ്, ഇവിടെ ഉള്ളതാണിത്. ഇതാണ് മാസ്റ്ററിങ് ബിസിനസ് സ്ട്രാറ്റജീസ്. അവിടെ അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകണം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ആ ടെക്സ്റ്റ് ടൂൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ടൂൾ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് ടൂളിൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്. മൗസിൻ്റെ ലെഫ്റ്റ് പോയി സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ 4 ലൈനുണ്ട്. ആ 4 ലൈനിൽ പ്രസ് ചെയ്ത് റീസെറ്റ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ടെക്സ്റ്റ് ടൂൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം പരിഹരിച്ച് പഴയ പോലെ ആക്കും. നിങ്ങൾ ആൾറെഡി ഞാനത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ടൂളിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അടുപ്പിച്ച് കിടക്കുക, ദൂരെ കിടക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് സ്പേസ് ബെറ്റർ ആക്കണമെങ്കിൽ വർക്ക് സ്പേസിന് എന്തെങ്കിലും തെറ്റ് പറ്റിയ എന്താണ് വിൻഡോസ് വർക്ക് സ്പേസ് റീസെറ്റ് വർക്ക് സ്പേസ്. എളുപ്പമല്ലേ? നിങ്ങൾക്ക് ആൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ടൂൾ നമുക്ക് ഈ ഒരു ഫോണ്ടിനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കണം. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, താഴെയായിട്ട് വേണ്ടത്. അപ്പോൾ ബിസിനസ്സിന് അവിടെ ബി ഇട വന്നിട്ട് എൻ്റർ അടിക്കും, താഴെ കൊണ്ടുവന്നു. സ്ട്രാറ്റജിസിനോട് എസിനോട് കൊണ്ടു എൻ്റർ അടിക്കും, താഴെ കൊണ്ടുവന്നു. ഇതാണ് കറക്റ്റ് അലൈൻമെൻറ്റ്. ഇൻ കേസ് ഇത് നിങ്ങളുടെ സൈഡിലല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ കണ്ടോ, ഇത് സെൻറ്ററിലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കിടക്കുന്നത് ഇത് സൈഡിലാക്കിയിടുക. എവിടെ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കേട്ടോ. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക, സെൻറ്ററിലാക്കുന്നതിന് പകരം സൈഡിലാക്കിയിടുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോണ്ട് നമുക്ക് വേണ്ട. ഈ ഫോണ്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫോണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ടെക്നിക്സ് ഉണ്ട്. അത് ജസ്റ്റ് എൻ്റെ കൂടെ തന്നെ ഫോക്കസ് ചെയ്തു പോകും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുള്ളൂ. ഞാൻ നോർമലി ഇതേപോലുള്ള ടെക്സ്റ്റുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് പോസ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് മോണോറോപ്പ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ആ ഫോണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിലാണ് ആ സെലക്ഷൻ വരുന്നത്. സെലക്ഷൻ ബ്ലാക്ക് കളറിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏത് ഫോണ്ട് സെലക്ട് ചെയ്താലും ഏത് കളറിലാണത് വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടത്തില്ല, ഏത് രീതിയിലാണ് അവിടെ വരുന്നതെന്നുള്ളത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചൊന്ന് സൈഡിലോട്ടാക്കിയിട്ടതിന് ശേഷം എന്താണോ നമുക്ക് മാറുന്നത് അത് ലെയറിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. എന്താണ് ടെക്സ്റ്റ് ലെയർ, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഫോണ്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിൽ പുറകെ വരത്തില്ല. പകരം നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്യുന്ന എപ്പോഴും ബിസിനസ് പോസ്റ്റേഴ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത് മോണോറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ലൈബ്രറിയിലുള്ള ഫോണ്ടാണ്. അതിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റാണ് ബെറ്റർ. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതിനെ കളർ സെറ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ ഐഡിയ പരമായിട്ടാണ്. കളർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ലെയറിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് ടൂളിൻ്റെ അതിനകത്ത് കളർ കണ്ടോ, ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ കളറിനാണ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ പോസ്റ്റേഴ്സിൽ എവിടെയെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ മുടിയോ അല്ല നമ്മുടെ ഡ്രസ്സോ അതിൽ നിന്ന് കളർ പിക്കാതെ കുറച്ചുകൂടി ബെറ്റർ ആവും പോസ്റ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കളറിന് പകരം നമ്മൾ ഈ ആളുടെ ഈ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സൻ്റെ മുടിയോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഡ്രസ്സോ അതിലേതെങ്കിലും ഒരു കളർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് ഏത് കളറാണോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് വിട്ടേക്കണം. നിങ്ങൾക്ക് സ്കിന്നിൻ്റെ കളർ എടുക്കാം, മുടിയുടെ കളർ എടുക്കാം, ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇത്രയും വലുപ്പം മതിയോ? അല്ല, മാക്സിമം ഒരു 18. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് എപ്പോഴും ഒരു 18 കിടക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരു 18 ഇടാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് വേണം കുറച്ചും ചെറുതാക്കാം. 18 തന്നെ വേണമെന്നില്ല. ഓക്കെ, കുറച്ചൊന്ന് ചെറുതാക്കാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫോണ്ട് ലൈബ്രറി ഞാനിപ്പോൾ യൂസ് ചെയ്ത് മോണോറോപ്പ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള കുറേ ടെക്നിക്സും കുറേ ഐഡിയാസ് ഉണ്ട്. അത് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടെക്സ്റ്റ് ജസ്റ്റ് Ctrl+C അടിച്ച് കോപ്പി എടുക്കാൻ പോകണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഫുള്ളി ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഗൂഗിൾ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഫോണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. നിങ്ങൾ ആൾറെഡി നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ ടൈപ്പ് സംതിങ് എന്നുള്ളടത്ത് വന്നിട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടെക്സ്റ്റ് ചെയ്ത ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ഏറ്റവും ബെറ്റർ ഫോണ്ടുകൾ നമുക്ക് വളരെ വൾഗറായിട്ടുള്ള വായിക്കാൻ പറ്റാത്ത ഫോണ്ടുകൾ എടുക്കില്ല. കണ്ടോ, ഈ ഫോണ്ട് കണ്ടോ, ഇത് വായിക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ആൾക്കാർക്ക് നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം. ഈ തമ്പനിയിലൊക്കെ വെക്കുന്ന പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ടൈപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോണ്ടാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഗെറ്റ് ഫോണ്ട്, എന്താണ് അതിൻ്റെ മീനിങ്? ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ടൂൾ അവിടെയാണ് കിടക്കുന്നത്. മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ഗെറ്റ് ഫോണ്ടിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ്
ഡൗൺലോഡ് ഓൾ കൊടുക്കുക. ഡൗൺലോഡ് ഓൾ കൊടുത്താൽ സിപ്പ് ഫയലായിട്ടായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൗൺലോഡ്സിൽ പോയിട്ട് മൗസിൻ്റെ റൈറ്റ് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഫയൽ നിങ്ങൾ EO ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടെക്സ്റ്റിൻ്റെ ഇത് കിട്ടും, ഫയൽ കിട്ടും. അത് എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ശ്രദ്ധിക്കാം. നേരെ C ഫോൾഡറിൽ പോവാം, എന്നിട്ട് വിൻഡോസിൽ പോവാം, എന്നിട്ട് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. മൗസിൻ്റെ പറ്റി ഫോണ്ട്, വിൻഡോസ് ഫോണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ കോപ്പി എടുത്ത് വെച്ച് ഇതേപോലുള്ള ഫയലായിരിക്കും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് കോപ്പി എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് മൗസിൻ്റെ റൈറ്റ് പ്രസ് പേസ്റ്റ് ചെയ്യുക, അല്ല Ctrl V അടിച്ച് പേസ്റ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണ്ടുകൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കോളും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഫോണ്ട് ലൈബ്രറി കാണിക്കുക. നിങ്ങൾ ആ പേര് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഫോണ്ട് എന്ന് പറയുന്നത് ടൊമാറ്റോ ഗ്രിസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഫോണ്ട് ലൈബ്രറി ഉണ്ട്. ബ്രില്യൻ ഫോണ്ടാണ്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ബിസിനസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തല്ലോ. ഇനി നമ്മൾ അതിൻ്റെ കളർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. അപ്പോൾ എന്ത് ടെക്സ്റ്റ് നമ്മൾ വെച്ചാലും അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി കുറേ ടെക്നിക്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എപ്പോഴും നമ്മൾ ഏത് സ്റ്റൈൽ കൊടുത്താലും ഏറ്റവും കൂടുതൽ ഇഴുകി ചേരുന്ന ചില ലെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് സ്റ്റൈൽ കൊടുത്താലും അതിനകത്ത് വീണാൽ മാത്രം അത് ബെറ്റർ ആയിട്ട് വരും. അങ്ങനെയുള്ള ചില ലെറ്റേഴ്സാണ്. ഒന്ന് R, T, E, G. ഇതിനകത്ത് എന്ത് നമ്മൾ ഇതിട്ടാലും എന്ത് പുതിയ ഫോണ്ട് സ്റ്റൈൽ ഇട്ടാലും അത് ബെറ്റർ ആയിട്ട് വരും. ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ T വന്നിട്ട് ഞാൻ Tക്ക് ഒരു സ്റ്റൈൽ കൊടുക്കണം. T മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്കത് വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് മാറ്റി വെക്കണം. T മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോണ്ട് ലൈബ്രറി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഏത് ഫോണ്ടാണ് കുറച്ചുകൂടെ ബെറ്റർ? ഓക്കെ, ഏജൻസി FB എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് കൊടുക്കുന്നു, ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു സെപ്പറേറ്റ്, ബാക്കിയെല്ലാം വെവ്വേറെ ഫോണ്ട്, പക്ഷേ T മാത്രം വേറെ ഫോണ്ട്. ഇനി G വന്നിട്ട് Gക്ക് ഒരു സ്റ്റൈൽ കൊടുക്കാം. G മാത്രം സെലക്ട് ചെയ്യുന്നു, നേരെ ഫോൺ ലൈബ്രറി പോകുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, ഇത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, അടിപൊളിയല്ലേ? ഇത്ര നിങ്ങൾക്ക് സെറ്റ് ചെയ്തോടെ. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു മോഡേൺ സ്റ്റൈലിൽ നിന്ന് ഏത് സ്റ്റൈലും സ്വീകരിക്കാൻ പറ്റുന്ന ചില ലെറ്റേഴ്സ് ഉണ്ട്. അത് G, E, T, അതേപോലെ തന്നെ S ചിലപ്പോൾ സ്വീകരിക്കും. G ആണ് എപ്പോഴും നല്ലതായിട്ട് വൃത്തിയായിട്ട് സ്വീകരിക്കുന്നത്. അത് ഓർത്ത് നോക്കുക. അപ്പോൾ അതിന് മാത്രമായിട്ട് വെവ്വേറെ സ്റ്റൈൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും കൊടുക്കല്ലേ, എല്ലാത്തിനും കൊടുത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മാസ്റ്ററിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ് നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഇനി കുറച്ച് ഐഡിയാസും ഉണ്ട്. ടെക്സ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഈ ബിസിനസ് എന്നുള്ള ഒരു പാർട്ടി മാത്രം ഒരു വെറൈറ്റി സ്റ്റൈൽ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ എടുക്കുന്നു. ആ ബിസിനസ് എന്നുള്ള പാർട്ടി മാത്രം ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ഞാൻ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലേക്ക് ഇടുന്നു. ആ ലെയറിൻ്റെ പുറകിലേക്ക് വലിച്ചിടുന്നു. ഏത് ടെക്സ്റ്റ് ലെയറിൻ്റെ. അതിനുശേഷം അലൈൻ ചെയ്ത് ആ റെക്റ്റാങ്കിൾ അലൈൻ ചെയ്ത് ആ ബിസിനസ്സിൻ്റെ തന്നെ കറക്റ്റ് സെൻറ്ററിലാക്കണം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ മാറ്റണം. കളർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു കളറിലായിരിക്കും ബെറ്റർ കളേഴ്സ് വരുന്നത്. ആ കളേഴ്സ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബിസിനസ് എന്നുള്ള ടെക്സ്റ്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബിസിനസ് എന്നുള്ള ടെക്സ്റ്റ് മാത്രം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിന് മാത്രം ഞാൻ വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. നോക്കി, Ctrl 0 അടിച്ച് സെൻറ്ററിൽ വന്ന് നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇനി അടുത്ത് എന്തൊക്കെയാണ്? അടുത്തെന്ന് വെച്ചാൽ എസെൻഷ്യൽ സ്റ്റെപ്സ് ഫോർ ഗ്രോത്ത് എന്നുള്ളത് കോപ്പി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരെ ടെക്സ്റ്റ് നമ്മൾ ആൾറെഡി കോപ്പി എടുത്ത് വെച്ചതിനകത്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കുന്നു. Ctrl C അടിച്ച് കോപ്പി എടുക്കുന്നു. അതിനുശേഷം സെയിം ടെക്സ്റ്റ് തന്നെ മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് ആൾട്ടയിലൂടെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് എടുക്കുക. ആൾട്ടയിൽ ആദ്യം പ്രസ് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് പിന്നെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുത്ത് വെച്ച് നമ്മൾ ടെക്സ്റ്റ് Ctrl V അടിച്ച് പേസ്റ്റ് ചെയ്യുക. പക്ഷേ ഇത്രയും വലിപ്പം വേണോ? വേണ്ട. അതിനുവേണ്ടി ടെക്സ്റ്റ് നമ്മൾ ഏത് ടെക്സ്റ്റാണ് കോപ്പി എടുത്ത് അവിടെ വന്നതിന് ശേഷം ടെക്സ്റ്റ് ടൂളിൽ പോവുക. അതിൻ്റെ സൈസ് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. ഒരുപാട് കുറയ്ക്കല്ല, ജസ്റ്റ് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന പാർട്ടിലേക്ക് വരച്ചിടാം. കുറച്ചും കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് Ctrl T അടിച്ചിട്ട് കുറച്ചൊന്ന് സ്കെയിൽ ചെയ്യും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമല്ലോ. എളുപ്പമല്ലേ? നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സിന് ഇതൊക്കെ ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മളുടെ ക്യാരക്ടേഴ്സിന് ഷിഫ്റ്റ് പ്രസ് സെലക്ട് ചെയ്ത് Ctrl T അടിച്ചിട്ട് കുറച്ചൊന്ന് വലുതാക്കാം. എന്നിട്ട് നമ്മളുടെ ആ റെക്റ്റാങ്കിൾ, ആ പേഴ്സൻ്റെ ബാക്കിലുള്ള റെക്റ്റാങ്കിൾ ജസ്റ്റ് Ctrl T അടിച്ച് സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് വലുതാക്കാം. ഓക്കെ, സ്റ്റിക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി അല്ലേ? നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ നല്ല സ്ലോ ആയിരിക്കും. പക്ഷേ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ നെക്സ്റ്റ് ടൈം വീണ്ടും ചെയ്യുമ്പോൾ പതുക്കെ സ്പീഡായി വന്നോളൂ. ആദ്യത്തെ തവണ എപ്പോഴും എല്ലാ കാര്യങ്ങളും സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്ലോ ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ എസെൻഷ്യൽ സ്റ്റെപ്പ് ഫോർ ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്ത് ഏതാണ്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ June 20, 2024 എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം. സെയിം ടെക്സ്റ്റ് തന്നെ ആൾട്ടേ പ്രസ് ചെയ്ത് മൗസിൽ ലെഫ്റ്റ് വെച്ച് കോപ്പി എടുക്കാം. അതിനുശേഷം നമ്മൾ ആൾറെഡി ആ ടൈം പീരീഡ് നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം Ctrl C, Ctrl V അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കി സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി 2024 എന്നുള്ള ബാക്കിലോട്ട് അടിച്ചിട്ട് സ്പേസ് പ്രസ് ചെയ്ത് നീക്കി കൊടുക്കുന്നു. ജൂണിൻ്റെ ഇടയിലും 2024 ഇടയിൽ ഓരോ ഹൈഫൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇതിനൊരു റൗണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. റൗണ്ട് ഔട്ട്ലൈൻ കൊടുക്കുന്ന റെക്റ്റാങ്കിൾ എടുക്കുന്നു. ടോപ്പിലുള്ള റെക്റ്റാങ്കിൾ നമുക്ക് വേണമെന്നൊരു കോപ്പി എടുക്കാം, പക്ഷേ ഞാൻ പുതിയൊരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഞാനൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഫില്ലെന്ന് പറയുന്നത് ഓഫാക്കിയിടുന്നു. സ്ട്രോക്ക് മാത്രം ഓണാക്കിയിടുന്നു. അത് ഏത് കളറാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് പിക്ക് ചെയ്യാം. ടോപ്പിലുള്ള നമ്മളുടെ കളർ പിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം അത് ഡോട്ടറായിട്ടുള്ള ലൈനായിട്ടാണ് വരുന്നത്. നമുക്ക് ഡോട്ടറായിട്ടല്ല വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ലൈനിൻ്റെ ഡോട്ട് മറ്റേ സ്ട്രെയിറ്റ് ലൈൻ ആക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒന്ന് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രോക്കിൽ പ്രസ് ചെയ്യാം. ഏത് സ്ട്രോക്കാണ്? റെക്റ്റാങ്കിൾ പ്രസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് 1 പിക്സലാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് കൂട്ടിയിടണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടാം കേട്ടോ. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിയിടാം. ഞാനിപ്പോൾ 1.5 കൊടുത്തു. ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൂടെ? ഇനി അടുത്ത് എന്താണ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്? അടുത്ത ടൈം പീരീഡും 2 ജോയിൻ നൗ എന്നുള്ളതാണ്. ടൈം പീരീഡും ജോയിൻ നൗ എന്നുള്ളത് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഒരു റെക്റ്റാങ്കിൾ ഞാൻ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്നു, കുറച്ച് ചെറുതായിട്ട്. അതിനുശേഷം നമ്മുടെ ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴോട്ട് എടുക്കുന്നു. ആ ടൈം ഞാൻ ആൾറെഡി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കുന്നു, Ctrl+C. അതിനുശേഷം ജസ്റ്റ് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V. ഓക്കെ, അതൊന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി അറ്റിൻ്റെ അവിടെ വന്നിട്ട് ബാക്ക് സ്പേസ് അടിക്കുന്നു. എന്നിട്ട് ചെറിയൊരു സ്പേസ് കൊടുക്കുന്നു. അത് നമ്മളൊന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് സെൻറ്ററിലാക്കും. ഓക്കെ, അലൈൻ ചെയ്ത് കറക്റ്റ് സെൻറ്ററിലാക്കും. ഇനി ആ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് വൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ എടുത്ത് കാണാൻ വേണ്ടി നമുക്ക് വേറൊരു കളർ കൊടുക്കാം. എപ്പോഴും ഈ കളർ തന്നെ കൊടുക്കേണ്ട. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ല് കളറിൽ പോയിട്ട് ഇവിടെ അല്ല മാറുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ കളറിൽ വന്നിട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ മാറ്റണം. കുറച്ചും കൂടെ ഒരു ബെറ്റർ കളർ. ഓക്കെ കൊടുക്കുന്നു, Ctrl+0. ഓക്കെ ആയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ട് കൊടുക്കാം. എനിക്കിത് ഓക്കെയാണ്. നിങ്ങൾക്ക് വേറെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ട് കൊടുക്കും. വേറെ ഫോണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം എല്ലാം ഇപ്പോഴും ഒരേ ഫോണ്ട് ലൈബ്രറി കിടക്കുന്നതാണ് നല്ല. അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് കുറച്ച് കുറച്ച് കട്ടിയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ലൈറ്റ് മാറ്റിയിട്ട് റെഗുലർ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഫോണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ വൃത്തിയായില്ലേ? ഇനി നമുക്കിതെന്താ ചെയ്യുന്നത്? ഇത് ഇങ്ങനെ തന്നെ വെക്കണം എന്നില്ല, ഇത് ചരിച്ച് വേണം വെക്കാം. ജസ്റ്റ് ആ ടെക്സ്റ്റും താഴെയുള്ളതും കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. താഴെയുള്ള ഷിഫ്റ്റ് അല്ല, Ctrl പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+T അടിക്കുക, ജസ്റ്റ് റൊട്ടേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണ് വേണ്ടത്? അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റെഡിയായി. ജോയിൻ നൗ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിനുശേഷം ജോയിൻ നൗ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഇതേ ടെക്സ്റ്റ് തന്നെ കോപ്പി എടുക്കുക. അതിനുശേഷം Ctrl+T അടിക്കുക, റൊട്ടേറ്റ് ചെയ്തത് ഈ ഒരു സൈഡിലോട്ട് വെക്കുക. അതിന് ജോയിൻ നൗ എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് കൊടുക്കുക. ജോയിൻ നൗ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ടെക്സ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ജോയിൻ നൗ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്പേഴ്സ്, വെബ്സൈറ്റ്, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ജോയിൻ നൗ എന്നുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാം. സെൻട്രൽ അലൈൻ ചെയ്യാം. അതിൻ്റെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി വെബ്സൈറ്റും നമ്പേഴ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് വെബ്സൈറ്റ് നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് കോപ്പി എടുക്കുന്നു, Ctrl+C അടിച്ചിട്ട്. എന്നിട്ട് ആൾറെഡി എസെൻഷ്യൽ സ്റ്റെപ്പ് ഫോർ ഗ്രോത്ത് എന്നുള്ളത് ആൾട്ടേ പ്രസ് ചെയ്ത് കോപ്പി എടുത്ത് താഴെ വെക്കുന്നു. അവിടെ ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് നമ്പേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി കോപ്പി എടുക്കുന്ന ഏറ്റവും ടോപ്പി വെക്കുന്നു. നമ്പേഴ്സ് ഞാൻ ആൾറെഡി കോപ്പി എടുത്ത് വെച്ചത് Ctrl+C അടിച്ച് കോപ്പി എടുക്കുന്നു, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് സെൻറ്ററിലാക്കുന്നു. ഈ നമ്പേഴ്സ് എന്നുള്ളത് താഴെ വരുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. മെയിൽ എന്നുള്ളത് മേളിൽ പോവുക, നമ്പേഴ്സ് എന്നുള്ളത് താഴെ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. Ctrl+0 അടിച്ച് സെൻറ്റർ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റൗണ്ടുകൾ നമുക്ക് കൊടുക്കാം, ചെറിയ ചെറിയ ലൈൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് പെൻ ടൂൾ എടുക്കുക,
പെൻ ടൂളിൽ കർവേച്ചർ പെൻ ടൂൾ എന്നുള്ള മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ പാത്തായിരിക്കും കിടക്കുന്നത്, പാത്ത് മാറ്റിയിട്ട് ഷേപ്പിലേക്ക് ഇട്ടിക്കുക. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടും. ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റൗണ്ട് വരച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത് ഷേപ്പായിട്ട് വരും. നമുക്ക് ആ ഫില്ല് കളർ മാറ്റി കഴിഞ്ഞാൽ സ്ട്രോക്ക് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ഒരു ലൈനിന് താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ചെറിയ ചെറിയ ലൈൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിസിനസ് എന്നുള്ളത് ജസ്റ്റ് കോപ്പി എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഓക്കെ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫില്ല് ഞാൻ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം സ്ട്രോക്ക് മാത്രമായിട്ട് ഞാൻ ഓൺ ആക്കി ഇടുന്നു. സ്ട്രോക്ക് ഏത് കളറാണ്? ബ്ലാക്ക് കളർ കൊടുക്കുന്നു. സ്ട്രോക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ഡോട്ടഡ് ലൈൻ എന്നുള്ളത് ഓക്കെയാണ്. സൈസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചെറിയ ഡോട്ടർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതേപോലത്തെ ചെറിയ ചെറിയ ലൈൻസ് നമുക്ക് പെൻ ടൂൾ വെച്ച് താഴെയും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും കൂടെ ജസ്റ്റ് ഫില്ല് ഓഫ് ചെയ്യുന്നു. സ്ട്രോക്ക് ആൾറെഡി നമ്മൾ കളർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്കിൻ്റെ സൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ലൈറ്റായിട്ട് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്. ഞാനിപ്പോൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ കിട്ടേക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. ഇനി നമുക്ക് വേറെ ലൈൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ലൈൻസൊക്കെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഫില്ല് ഓഫ് ആക്കുന്നു. സ്ട്രോക്ക് ബ്ലാക്ക് കൊടുക്കുന്നു. സൈസ് നമുക്ക് ജസ്റ്റ് കൂട്ടി കൊടുക്കുന്നു. ഡോട്ടർ ലൈന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണോ? ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ചെറിയ ഡോട്ട് ലൈൻ കൊടുക്കാം. അതിനുശേഷം എൻ്റർ കൊടുക്കാം. ഓക്കെ,